പോലീസിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ ക്രൈം റേറ്റ് കുറയുന്നു. മനുഷ്യവിഭവശേഷി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ നല്ല പിള്ളേർ ഇവിടെ അങ്ങോട്ട് പോകുമല്ലേ, അപ്പോൾ ശരിക്കും നമ്മുടെ നാട് നേരിടുന്നൊരു വലിയ പ്രശ്നം, അതിനെക്കുറിച്ച് അച്ഛനൊന്ന് പറയുകയാണെങ്കിൽ. നമ്മുടെ വിദേശ വിദ്യാഭ്യാസത്തിനായിട്ട് പോകുമ്പം അവരുടെ സ്വപ്നങ്ങൾ ഒത്തിരി അവിടെ സാക്ഷാത്കരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അവസ്ഥ, അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികളില്ലാതെ വരുന്നു, കുടുംബങ്ങൾക്ക് തുടർച്ചയില്ലാതെ വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ അതിരൂപതയിൽ തന്നെ നമ്മൾ ഈയിടെ സർവേ നടത്തിയല്ലോ, ആ സർവേയുടെ റിസൾട്ട് സാറും പരിശോധിച്ചതാണ്. 60 വയസ്സിന് മുകളിൽ ഉള്ളവർ മാത്രം താമസിക്കുന്ന 12% വീടുകൾ, നമ്മുടെ ഈ ഒരു അതിരൂപതയിൽ തന്നെ പറയുമ്പോൾ 80,000 വീടുകളിൽ 12%, ഏതാണ്ട് 10,000 വീടുകൾ 60 വയസ്സിന് മുകളിലുള്ളവർ മാത്രം താമസിക്കുന്ന വീടുകളാണ്. അപ്പോൾ ആ വീടുകൾ ഒരു 10 അല്ലെങ്കിൽ 20 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും അടച്ച് പൂട്ടപ്പെടുന്ന ഭവനങ്ങളാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ കുട്ടികളില്ലാതെ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പൊതുസമൂഹത്തിലും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലീസിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ ക്രൈം റേറ്റ് കുറയുന്നു, പോലീസിന് കാര്യമായ പണിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ യുവജനങ്ങൾ കുറയുന്നു എന്നാണ്. അപ്പോൾ അത് ഒരു വശം നമ്മളൊരു പക്ഷേ തമാശയായിട്ട് കാണുന്നു. പക്ഷേ എല്ലാ മേഖലകളിലും ഇതുപോലെ രാഷ്ട്രീയ, സാമൂഹിക, മതരംഗങ്ങളിലും സാംസ്കാരിക രംഗങ്ങളിലും കലാസാഹിത്യ രംഗങ്ങളിലും ഒന്നും മനുഷ്യവിഭവശേഷി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ, കോളേജുകളൊക്കെ, ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഒക്കെ സാറ് തന്നെയും SP കോളേജിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ അവിടുത്തെ നല്ല കോഴ്സുകൾക്ക്, ട്രഡീഷണൽ ആയിട്ടുള്ള കോഴ്സുകൾക്ക് കുട്ടികളില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ കഴിഞ്ഞ വർഷം കണക്കുകൾ, MG യൂണിവേഴ്സിറ്റി 40% സീറ്റ് വേക്കൻ്റ് ആണ് ടോട്ടല്. അപ്പോൾ അങ്ങനെയുള്ള കണക്കുകൾ നമ്മുടെ ഇവിടെ വന്നു. ഇപ്പോൾ ഇതൊരു വലിയ ഒരു പ്രത്യാഘാതം നമ്മുടെ സമൂഹത്തിലെ ഒരു ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ അന്യാധീനമായി പോകുന്നു, വസ്തുവകകൾ അന്യാധീനമായി പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പ്രശ്നം നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ അറിയാത്തത് കാരണമാണ് അത് നമ്മൾ അതത്ര ഗൗരവമായിട്ട് എടുക്കാത്തത്. അത് കാരണം ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഗൗരവം എപ്പോഴും മനസ്സിലാകത്തുള്ളൂ.